ശരണമമ്മേ തളികയിൽ വെച്ചൊരരിയിലും കൈവിരൽ മൃദുതരം പേടിച്ച് മുതലക്ഷരം ഗുരുകൃപാകരം ഓരോന്നെഴുതിച്ചു വരമരുളുകൻ ദേവി സരസ്വതീ ദേവി ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 17ാമത്തെ അധ്യായമാണ് നമ്മൾ അവലോകനം ചെയ്ത് നിർത്തിയത്. ഇന്നു മുതൽ അടുത്ത 18ാമത്തെ അധ്യായം തുളസി ജനനവും തുളസി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം നേടിയതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ അവലോകനം ചെയ്ത് നിർത്തിയത്. ഇനി 18ാമത്തെ അധ്യായത്തിലെ തുളസിയും ശംഖചൂഡ സംവാദവുമാണ് അവിടെ. സുധാമാവ് എന്ന ഗോപൻ ഇപ്പോൾ ശംഖചൂഡനായിട്ട് തുളസിയെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞ ജന്മത്തിൽ ആഗ്രഹിച്ചിരുന്നു. അത് കഴിയാതെ വന്നു. ഗോപികയായ തുളസിയെ വിവാഹം കഴിക്കാൻ കഴിയാതെ വന്നു. അവൻ വീണ്ടും ജന്മമെടുത്തിട്ടുണ്ട്. അവനെ നീ വിവാഹം കഴിക്കണം എന്ന് ബ്രഹ്മാവ് പറഞ്ഞിരുന്നുവല്ലോ കഴിഞ്ഞ അധ്യായത്തിൽ. അതനുസരിച്ച് ഇതാ തുളസി ശംഖചൂഡ സംവാദമാണ് ഇവിടെ നാരായണ ഋഷി തുടങ്ങുന്നത്. തുളസീ പരിതുഷ്ടാജ സുഷ്വാപഹൃഷ്ടമാനസ നവയൗവന സമ്പന്ന വൃഷധ്വജവരാംഗന. വൃഷധ്വജന്റെ പുത്രിയും നവയൗവന സമ്പന്നയുമായിട്ടുള്ള തുളസി തപസ്സിൽ നിന്ന് വിരമിച്ചതിനാൽ സന്തുഷ്ടയും പ്രഹൃഷ്ടയും ആയി. എന്നാൽ പഞ്ചബാണൻ തൻ്റെ 5 അമ്പുകളും ശക്തിയോടെ അവളുടെ നേർക്ക് പ്രയോഗിച്ചിരുന്നു. അവളെ കാമദേവൻ ദഹിപ്പിച്ചു എന്ന് പറയണം. അവളുടെ ദേഹമാകെ കുളിരണിയും, കണ്ണുകൾ അരുണാഭമാകും, ശരീരം ത്രസിക്കും, മോഹാലസ്യത്തിൽ വീഴും. അങ്ങനെ അല്പനേരത്തേക്ക് ഉത്സാഹം തോന്നും, അടുത്ത ക്ഷണത്തിൽ തന്നെ വിഷാദത്തിലേക്ക് വീഴും. കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കും, ഒന്ന് നടക്കും. ഉള്ളിലുള്ള കാമത്തിനെ അവിടെ വിശേഷിപ്പിച്ച് പറയുന്നതാണ് ആ ഭാഗങ്ങളൊക്കെ. അങ്ങനെ അവൾ ആ കാമാഗ്നിയിൽ വെന്തുരുകുന്ന സമയത്താണ് അലസനിദ്രയിലാണ്ട അവള് ഒരു പുരുഷനെ കണ്ടു. നല്ല വേഷം, നല്ല യുവസുന്ദരൻ, പുഞ്ചിരി തൂകുന്നതായിട്ടുള്ള സർവാംഗം ചന്ദനം പൂശി രത്നാഭരണഭൂഷണങ്ങൾ, നല്ല മാലകളും വസ്ത്രങ്ങളും ഒക്കെ അണിഞ്ഞിരിക്കുന്ന അവൻ അവളുടെ അടുത്തേക്ക് വന്നു. മധുരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അവളുമായിട്ട് അങ്ങനെ അവള് ആ യുവസുന്ദരനെ അവളുടെ അലസനിദ്രയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വപ്നത്തിൽ അവളിങ്ങനെ കണ്ടു. ഉണർന്ന് എണീറ്റാൽ അവൾ വീണ്ടും വീണ്ടും അവനെ തന്നെ ചിന്തിച്ചുകൊണ്ടായി അവളുടെ മനസ്സ് നടക്കുന്നത്. അങ്ങനെ അവള് കുറേ ദിവസങ്ങൾ തള്ളി നീക്കി. ശംഖചൂഡൻ ജൈഗീഷവ്യമുനിയിൽ നിന്ന് മനോഹരമായ കൃഷ്ണമന്ത്രം നേടി പുഷ്കരതീർത്ഥത്തിൽ വെച്ച് സിദ്ധി വരുത്തിയ മഹായോഗിയായിരുന്നു. സർവമംഗളമയമായ കവചം അദ്ദേഹം കഴുത്തിൽ ധരിച്ചിരുന്നു. ബ്രഹ്മാവിൽ നിന്ന് ഇഷ്ടംവരം നേടി മനസ്സിൽ ആഗ്രഹവും വെച്ചുകൊണ്ട് അദ്ദേഹവും ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് ബദരിയിലേക്ക് വന്നു. അങ്ങനെ വരുന്ന ശംഖചൂഡനെ ഇതാ തുളസി കണ്ടു. ആ നവ്യവനം തികഞ്ഞ കാമദേവന് തുല്യം സുന്ദരനായിട്ടുള്ള അവനെ ആ തുളസി അവിടെ വെച്ച് കാണാനിടയായി. അങ്ങനെ അടുത്ത കുറേ ശ്ലോകങ്ങളെ കൊണ്ട് ആ ശംഖചൂഡന്റെ രൂപവർണ്ണനകളെയെല്ലാം അവിടെ വിസ്തരിക്കുന്നുണ്ട്. അങ്ങനെ അവൻ നടന്ന് അവളുടെ തുളസിയുടെ അടുത്തെത്തി. അടുത്തു നിന്നുകൊണ്ട് തുളസിയോട് ശംഖചൂഡൻ ചോദിക്കുകയാണ്, കാത്വം കസ്യച കന്യാച ധന്യാ മാന്യാച യോഷിതാം കാത്വം മാനിനി കല്യാണി സർവകല്യാണദായിനി. സ്ത്രീകളിൽ വെച്ച് ധന്യയും സുന്ദരിയുമായിരിക്കുന്ന നീ ആരാണ്? ആരുടെ മകളാണ്?
സർവമംഗളദായിനിയായിട്ടുള്ള നീ ആരാണ് ഹേ സുന്ദരി? നീ തന്നെ നിന്നോട് പറയൂ. ഇങ്ങനെ പറഞ്ഞത് കേട്ട് അവള് പുഞ്ചിരി തൂക്കിക്കൊണ്ട് പ്രേമപൂർവം ശംഖചൂഡനോട് പറയുന്നു. തുളസി പറയാൻ തുടങ്ങുന്നു, ഞാൻ ധർമ്മധ്വജന്റെ മകളാണ്. തപോവനത്തിൽ തപസ് ചെയ്തുകൊണ്ട് ഇപ്പോഴും തപസ്വിനിയായി കഴിയണു. അങ്ങ് ആരാണ്? അങ്ങനെ കുറേ ധർമാധർമ്മങ്ങളെക്കുറിച്ചെല്ലാം തുളസി ശംഖചൂഡനായിട്ട് സംസാരിച്ചു. കുലത്തിൽ പറന്നവൻ, വിദ്യാഭ്യസിച്ചവനൊന്നും അങ്ങനെ പെട്ടെന്ന് കാണുന്നതായിട്ടുള്ള സ്ത്രീകളോട് അങ്ങനെ സംസാരിക്കാറില്ല, അവരിൽ വീഴാറില്ല. അങ്ങനെ വീഴുന്ന പുരുഷനൊക്കെ പാമ്പ് എലി എന്ന പോലെ ആ സ്ത്രീകളെ പിടിച്ചു വിഴുങ്ങാൻ, അതായത് ആ സ്ത്രീകളുടെ വശംവദനാകാൻ സാധ്യതയുണ്ട്. അങ്ങ് കാണുന്ന സമയത്ത് യോഗ്യനാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങ് ആരാണ് എന്നെനിക്കറിയില്ല. എന്തായാലും ഞാൻ അങ്ങ് ചോദിച്ചതനുസരിച്ച് ഞാൻ ആരാണ് എന്ന് പറഞ്ഞു. ഇനി അങ്ങയ്ക്ക് പോകാം എന്നവൾ പറഞ്ഞു. ഇത്യുക്ത്വാ തുളസീതം തൂ വിരരാമജ നാരദ. ഹേ നാരദരെ, തുളസി പ്രകാരം അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴേ ശംഖചൂഡൻ പുഞ്ചിരിച്ചു കൊണ്ട് പറയാൻ തുടങ്ങുകയാണ് അവളുടെ അടുത്ത്. നീ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്, പക്ഷേ കുറേ സത്യവും കുറേ അസത്യവും അതിലുണ്ട്. ഞാൻ ചിലത് പറയാം എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റിയിട്ട് പറയാൻ തുടങ്ങി. സർവരെയും മോഹിപ്പിക്കുന്ന സ്ത്രീരൂപം ബ്രഹ്മാവ് രണ്ടു വിധത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്ന് വാസ്തവവും മറ്റേത് അവാസ്തവവും അപ്രശസ്തവുമായിട്ടുള്ള രൂപം. ലക്ഷ്മി, സരസ്വതി, ദുർഗ, സാവിത്രി, രാധിക എന്നീ 5 ദേവിമാർ സൃഷ്ടിക്ക് സൂത്രരൂപകളാണ്. സൃഷ്ടിക്ക് മൂലകാരണ സ്വരൂപിണികളാണ് അവര് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവരുടെ ആ അംശസംഭൂതമായ സ്ത്രീരൂപം വാസ്തവ വിഭാഗത്തിൽപ്പെടുന്നു. അത് പ്രസ്തവ്യവും യശസ്സുമൊക്കെ ഉള്ളതാണ്. ചതുരൂപ, ദേവഹൂതി, സ്വധാ, സ്വാഹ, ദക്ഷിണ, ഛായാവതി, രോഹിണി, വാരുണി, ഇന്ദ്രന്റെ ഭാര്യയായിട്ടുള്ള ശചി, അതേമാതിരി കുബേരന്റെ പത്നി അദിതി, ദിതി, ലോപമുദ്രാനുസൂയ. അങ്ങനെ ഇതാ തുളസിയുടെ പേരും അവിടെ പറയുന്നുണ്ട്. അഹല്യ, അരുന്ധതി, മേന മുതലായിട്ടുള്ളവര്, പുട്ടി, തൊട്ടി, സ്മൃതി, മേധ മുതലായിട്ടുള്ളവര്, സ്വസ്തി, ശ്രദ്ധ മുതലായിട്ടുള്ളവര്. അതേമാതിരി ഇവരെല്ലാവരും ദേവിമാർ ഉത്തമ വിഭാഗത്തിൽ പെടുന്നവരാണ് ആ സ്ത്രീകള്. അവരിൽ കപടതകളൊന്നുമില്ല, സത്യവതികളാണ്. ജഗദംബികയുടെ കലയുടെ കലാംശമായി ജനിച്ചവരാണ് അവരെല്ലാവരും. അവര് സത്യമായിട്ടുള്ള വിഭാഗത്തിലാണ് പെടുന്നത് എന്നെല്ലാം അവിടെ പറഞ്ഞു. കാരണം സ്ത്രീകള് 2 വിധത്തിലുണ്ട്. അവിടെ ഗുണദോഷങ്ങള് ശംഖചൂഡനെ പറയുന്ന സമയത്ത് തുളസി പറയാറുണ്ട്, അറിയാത്ത പരിചയപ്പെടുന്ന നാരിയെ സുന്ദരിയാണ് എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് അവളിൽ മോഹം ജനിച്ച് അവളുടെ പിന്നിൽ പോവരുത്, പോയാൽ അവന്റെ കാര്യം കഷ്ടമായി തീരും. നേരത്തെ പറഞ്ഞ ഉദാഹരണം മാറി പാമ്പ് എലിയെ പിടിച്ച് വിഴുങ്ങുന്നത് മാതിരി അവളുടെ വലയിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ അവൻ രക്ഷപ്പെടില്ല എന്നൊക്കെ അവിടെ പറഞ്ഞുവല്ലോ. അതിന് ഉത്തരമായിട്ടാണ് ശംഖചൂഡൻ പറയുന്നത്, അങ്ങനെയല്ല, എല്ലാ സ്ത്രീകളും ഇതിൽ പെടില്ല. ഇവരെല്ലാവരും നല്ല കുലീനമായിട്ടുള്ള സ്ത്രീകളാണ്, ആ ദേവിയുടെ അവതാരങ്ങൾ തന്നെയാണ് എന്നെല്ലാം അവിടെ വിശേഷിപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങളെ ഏതായാലും നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ഹരയേ നമഃ.